ഓർഗാനിക് കെമിസ്ട്രിയുടെ അടുത്തൊരു സെക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കൺസെപ്റ്റ് പോളിമേഴ്സ്. ആ പേരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് വ്യക്തമാകും എന്താണ് എന്നുള്ള കാര്യം. അപ്പോൾ PSC അനുബന്ധിച്ച് ഇതിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനുകളുടെ എണ്ണം 2 എണ്ണമാണ്. 2 തവണയും ഇതിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. അപ്പോൾ കൃത്യമായി ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഉറപ്പിക്കാം. അപ്പോൾ ചെയ്യേണ്ട കാര്യം എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൽ പറയുന്ന കൺസെപ്റ്റുകൾ കൃത്യമായി മനസ്സിലാക്കുക. നമ്മൾ പോളിമേഴ്സ് NCERT പറയുന്ന മൊത്തം കാര്യങ്ങളും നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. NCERT സിലബസിലുള്ള കംപ്ലീറ്റ് കാര്യവും നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മൾക്ക് കൈകാര്യം ചെയ്യേണ്ടത് കുറച്ച് കാര്യങ്ങൾ മാത്രമാണ്. അപ്പോൾ ആ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 3 വീഡിയോസിലൂടെയാണ് പോളിമേഴ്സ് ഞാൻ തീർക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. വളരെ ലളിതമായി, വളരെ പതിയെ ആണ് ഞാൻ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് വീണ്ടും വീണ്ടും റിവൈൻഡ് ചെയ്ത് കേൾക്കാം. പറയുന്ന കാര്യം കൃത്യമായി മനസ്സിലാക്കുക. അപ്പോൾ ആദ്യം പറയാൻ പോകുന്ന കാര്യം, എന്താണ് പോളിമർ? അപ്പോൾ ഒരാൾ ചോദിക്കുകയാണ്, എന്താണ് പോളിമർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പോളി എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം നിങ്ങൾ പറയണം. പോളി എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പോളി മീൻസ് മെനി. പോളി എന്ന് പറഞ്ഞാൽ എന്താണ്? മെനി. പോളി എന്ന് പറഞ്ഞാൽ മെനി. മർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിറ്റുകൾ, മെനി യൂണിറ്റ്സ്. അപ്പോൾ മെനി യൂണിറ്റുകൾ ചേർന്ന എന്തിനെ എനിക്ക് എന്ത് എന്ന് വിളിക്കാം? ഒരു യൂണിറ്റ്, മെനി യൂണിറ്റുകൾ ചേർന്ന ഒരു കോമ്പൗണ്ട് അല്ലെങ്കിൽ ഒരു ലാർജ് മോളിക്യുലാർ മാസ്. മെനി യൂണിറ്റുകൾ ചേർന്ന ഒരു ലാർജ് മോളിക്യുലാർ മാസിനെ ഞാൻ എന്ത് എന്ന് വിളിക്കുന്നു? പോളിമർ എന്ന് വിളിക്കുന്നു. കൃത്യമായി മനസ്സിലാക്കുക. പോളി മീൻസ് മെനി, മർ മീൻസ് യൂണിറ്റ്, മെനി യൂണിറ്റ്സ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു മെനി യൂണിറ്റുകൾ ചേരുന്നു. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ സിമ്പിളായിട്ട് ആലോചിക്കാൻ പറ്റുന്ന കാര്യം, നമുക്കൊരു മുത്തുമാല എടുക്കുകയാണ് എങ്കിൽ ആ ഓരോ മുത്തും കോർത്ത് ഞാനൊരു വലിയ മാലയാക്കി മാറ്റുന്നു. ആ ഓരോ യൂണിറ്റിനെയും മെർ എന്ന് പറയാം. അത് കമ്പൈൻ ചെയ്ത് കിട്ടിയ ആ മെനി മുത്തുകൾ എന്തായിട്ട് മാറി? ഒരു മാലയായി മാറിയതുപോലെ ഇവിടെ ഓരോ ചെറിയ യൂണിറ്റുകൾ ഉണ്ടാകും. ആ യൂണിറ്റുകൾ ഇൻഫൈനൈറ്റ് ആയിട്ട് ലിങ്ക് ചെയ്യുമ്പോൾ ഒരു ഹെവി ആയിട്ടുള്ള, ഒരു ബൾക്കായിട്ടുള്ള മോളിക്യുലാർ മാസ് ഉണ്ടാകുന്നു. ഈ മോളിക്യുലാർ മാസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പോളിമേഴ്സ്. അപ്പോൾ ഒരു ഗ്രീക്ക് വേർഡ്സ്, അപ്പോൾ പോളിമർ എന്ന് പറയുന്ന വേർഡ് ഫോം ചെയ്തിരിക്കുന്ന ഗ്രീക്ക് വേർഡിൽ നിന്നാണ്. പോളി മീൻസ് മെനി, മർ മീൻസ് യൂണിറ്റ്സ് ഓർ പാർട്സ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം എന്താ, വെരി ലാർജ് മോളിക്യൂൾ ആണ്. എപ്പോഴും മനസ്സിലാക്കുക, പോളിമർ എന്ന് പറഞ്ഞാൽ വെരി ലാർജ് മോളിക്യൂൾസ് ആണ്. അവിടെ മോളിക്യുലാർ മാസിന്റെ റേഞ്ച് പരീക്ഷയ്ക്ക് ചോദിക്കാം. 10⁻³ to 10⁻⁷. ഈ പറഞ്ഞുണ്ടായ പോളിമറിന്റെ മോളിക്യുലാർ മാസ് എന്ന് പറഞ്ഞാൽ അത് വളരെ ഹൈ ആണ്. ആ മോളിക്യുലാർ മാസ് എന്ന് പറയുന്നത് 10⁻³ to 10⁻⁷ അറ്റോമിക് മാസ്, യൂണിഫൈഡ് അല്ലെങ്കിൽ അറ്റോമിക് മാസിന് തുല്യമാണ്. They are having high molecular mass. കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ഇവയ്ക്ക് ഹൈ മോളിക്യുലാർ മാസ് ഉള്ളത് കൊണ്ട് തന്നെ ഇവയെ മറ്റൊരു പേരും വിളിക്കാം, മാക്രോമോളിക്യൂൾസ് എന്നും വിളിക്കാം. മാക്രോമോളിക്യൂൾസ് എന്നും വിളിക്കാം. എന്ന് പറഞ്ഞാൽ റിപ്പീറ്റ് ആയിട്ടുള്ള ഒരേ, ഫോർ എക്സാമ്പിൾ നമ്മൾ റിപ്പീറ്റ് ആയിട്ട് ചുടുകട്ട കെട്ടിയാണ് വീടുണ്ടാക്കുന്നത്. ആ റിപ്പീറ്റിംഗ് യൂണിറ്റുകളുടെ കോമ്പിനേഷൻ ആണ് നമ്മുടെ ഹോം എന്ന് പറയുന്നത് പോലെ, റിപ്പീറ്റിംഗ് ആയിട്ടുള്ള സ്ട്രക്ചറൽ യൂണിറ്റുകൾ ലാർജ് സ്കെയിലിൽ ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ലാർജ് ആയിട്ടുള്ള മോളിക്യൂൾസ്, ഹൈ മോളിക്യുലാർ മാസ് ഉള്ള ആ ലാർജ് മോളിക്യൂളിനെ വിളിക്കുന്ന പേരാണ് പോളിമേഴ്സ്. അപ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വളരെ ഡെപ്തിൽ മനസ്സിലാക്കുക. അതിൽ നിന്ന് ബാക്കിയിലേക്ക് പോകുമ്പോൾ എല്ലാ കാര്യങ്ങളും വളരെ സിമ്പിളായി തോന്നും. ഓക്കെ, ഇനി നമുക്കറിയാം, ഞാൻ പറഞ്ഞു
ഒരു സിമ്പിൾ യൂണിറ്റ് നമ്മൾ പറഞ്ഞു റിപ്പീറ്റ് ചെയ്യുന്ന സ്ട്രക്ചറൽ യൂണിറ്റുകളുണ്ട്. ഈ പറയുന്ന സിമ്പിൾ ആയിട്ടുള്ള റിപ്പീറ്റ് ചെയ്യുന്ന റിയാക്റ്റീവ് മോളിക്യൂളുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് മോണോമേഴ്സ്. നമ്മൾ എന്ത് വിളിക്കും? മോണോമേഴ്സ്. മറക്കരുത്. അപ്പോൾ മോണോമേഴ്സ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ടുള്ള റിപ്പീറ്റ് ചെയ്യുന്ന റിയാക്റ്റീവ് മോളിക്യൂളുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് മോണോമേഴ്സ്. ഇവ തമ്മിൽ ഈ ഓരോ മോണോമേഴ്സിന് അടുത്തുള്ള മോണോമറുമായി യോജിപ്പിക്കുന്ന ബോണ്ട് എന്താണ് എന്ന് ചോദിച്ചാൽ കോവാലന്റ് ബോണ്ടിലാണ് ഫോം ചെയ്യുക. അപ്പോൾ ഇതിൽ നിന്ന് പോളിമർ എന്ന് പറയുന്ന ഡെഫിനിഷനിൽ എന്തൊക്കെ ചോദിക്കാം? മോണോമേഴ്സ് ഏത് ബോണ്ടിങ് ആണുള്ളത്? കോവാലന്റ് ബോണ്ടാണുള്ളത്. ആ സിമ്പിൾ ആയിട്ടുള്ള റിയാക്റ്റീവ് മോളിക്യൂളിനെ വിളിക്കുന്ന പേരെന്ത്? മോണോമർ. ഇവിടെ വലിപ്പം, ഇവിടെ മൈക്രോ മോളിക്യുലാർ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഇതിന്റെ വലിപ്പം ഏത് വരെ വരാറുണ്ട്? 10⁻³ മുതൽ 10⁻⁷ സ്കെയിൽ വരെ വരാറുണ്ട്. ഈ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ്, ഈ റെസ്പെക്റ്റീവ് മോണോമേഴ്സ് കമ്പൈൻ ചെയ്ത് ഈ പോളിമേഴ്സ് ഉണ്ടാകുന്ന ഈ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് പോളിമറൈസേഷൻ. മോണോമേഴ്സ് കമ്പൈൻ ചെയ്ത് പോളിമേഴ്സ് ആയി മാറുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേര് പോളിമറൈസേഷൻ. കൃത്യമായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഒന്നും കൂടെ പറയാം. പോളിമേഴ്സ് എന്ന് പറഞ്ഞാൽ റിപ്പീറ്റ് ആയിട്ട് റിയാക്റ്റീവ് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള മോണോമേഴ്സ് കമ്പൈൻ ചെയ്യുന്നു. ആ മോണോമേഴ്സ് കമ്പൈൻ ചെയ്ത് ലാർജ് മോളിക്യൂൾ ഉണ്ടാകുന്നു. ഹൈ മോളിക്യുലാർ മാസ് ഉള്ള ഒരു ലാർജ് മോളിക്യൂൾ ഉണ്ടാകുന്നു. ഇതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? പോളിമർ. ഇതിന്റെ സൈസ് എത്ര? 10⁻³ to 10⁻⁷U. ഈ പ്രോസസ്സിനെ വിളിക്കുന്ന പേരെന്ത്? പോളിമറൈസേഷൻ. പോളി എന്ന് പറയുന്ന വാക്കിന് അർത്ഥം എന്ത്? മെനി. മെർ എന്ന് പറയുന്ന വാക്കിന് അർത്ഥം എന്ത്? യൂണിറ്റ് അല്ലെങ്കിൽ പാർട്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇനി പോളിമേഴ്സ് അല്ലെങ്കിൽ പോളിമറൈസേഷൻ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യക്തമായി ഡീറ്റെയിൽഡ് ആയി പറഞ്ഞു കൊടുക്കാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത സ്ലൈഡിലേക്ക് പോകാം. ഓക്കെ, ഇനി പോളിമേഴ്സിനെ എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാം എന്നുള്ള കാര്യമാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് എവിടെ നിന്നാണോ പോളിമേഴ്സിന്റെ, അല്ലെങ്കിൽ ബേസ്ഡ് ഓൺ ദ സോഴ്സ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. ബേസ്ഡ് ഓൺ ദ സ്ട്രക്ചർ അല്ല പറയാൻ പോകുന്നത്. ബേസ്ഡ് ഓൺ ദ സ്ട്രക്ചർ അല്ല ഞാൻ പറയാൻ പോകുന്നത്. പോളിമേഴ്സിന്റെ ക്ലാസിഫിക്കേഷനിൽ ഞാൻ പറയാൻ പോകുന്നത് ബേസ്ഡ് ഓൺ സോഴ്സ്. സ്ട്രക്ചർ പറയാം, ബേസ്ഡ് ഓൺ സോഴ്സും പറയാം. നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് ബേസ്ഡ് ഓൺ സോഴ്സ് ആണ്. സോഴ്സിന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണ് എങ്കിൽ പോളിമേഴ്സിനെ പ്രധാനമായും 3 രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. സോഴ്സ് എന്ന് പറഞ്ഞാൽ എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്. എവിടെ നിന്നാണ് ഉണ്ടാകുന്നത് ചോദിച്ചാൽ എനിക്ക് നാച്ചുറലി ഉണ്ടാക്കിയെടുക്കാം, ആർട്ടിഫിഷ്യലി ഉണ്ടാക്കിയെടുക്കാം. നാച്ചുറലി ഉണ്ടാക്കി കിട്ടിയ സാധനത്തിൽ ആർട്ടിഫിഷ്യലായി പ്രോസസ്സുകൾ നടത്തി അതിനെ സിന്തറ്റിക് ആയി, സെമി സിന്തറ്റിക് ആക്കി മാറ്റാം. അപ്പോൾ നാച്ചുറലി ഉണ്ടായി കുറെ ആർട്ടിഫിഷ്യൽ പ്രോസസ് നടത്തി. അപ്പോൾ 3 രീതിയിൽ എനിക്ക് എന്തുണ്ടാക്കാം? പോളിമേഴ്സ് ഉണ്ടാക്കാം എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ആദ്യം പറയാൻ പോകുന്ന കാര്യം നാച്ചുറൽ പോളിമേഴ്സ്. നിങ്ങൾക്ക് സംശയമില്ലാതെ പറയാൻ സാധിക്കണം, പ്ലാന്റ്സിൽ നിന്നും അനിമൽസിൽ നിന്നും ഉണ്ടാക്കുന്ന നാച്ചുറലി നമുക്ക് കിട്ടുന്ന പോളിമേഴ്സിനെ വിളിക്കുന്ന പേരാണ് നാച്ചുറൽ പോളിമേഴ്സ്. ഫോർ എക്സാമ്പിൾ സെല്ലുലോസ്, പ്രോട്ടീൻസ്, സ്റ്റാർച്ച്. മറക്കരുത്, പ്രോട്ടീൻ ഈസ് എ നാച്ചുറൽ പോളിമർ, സെല്ലുലോസ് ഈസ് എ നാച്ചുറൽ പോളിമർ, സ്റ്റാർച്ച് ഈസ് എ നാച്ചുറൽ പോളിമർ. ചില റെസിനുകൾ, ചില റബ്ബറുകൾ, ഇവയെല്ലാം എന്ത് ആണ്? നാച്ചുറൽ പോളിമേഴ്സ് ആണ്. കൃത്യമായി എക്സാമ്പിളുകൾ നോക്കി വെക്കുക. ഐഡന്റിഫൈ ദ ഓഡ് വൺ ഔട്ട്. ഇപ്പോൾ പോളിമേഴ്സ് 4 തരാം, സിന്തറ്റിക്കും സെമി സിന്തറ്റിക്കും, ചിലപ്പോൾ 3 സിന്തറ്റിക് തരാം, അതിലൊരു നാച്ചുറൽ പോളിമർ ഉൾപ്പെടുത്തിയിരിക്കും. അപ്പോൾ യു ഹാവ് ടു ഐഡന്റിഫൈ ദ ഓഡ് വൺ ഔട്ട് എന്ന് പറഞ്ഞ് ഈ പറഞ്ഞ കാര്യം ചോദിക്കാം. നാച്ചുറൽ പോളിമേഴ്സിൽ ഏതൊക്കെ വരാം? പ്രോട്ടീൻസ്, സെല്ലുലോസ്, സ്റ്റാർച്ച്, സം റെസിൻസ് ആൻഡ് റബ്ബർ. ഇനി അടുത്ത് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ സെമി സിന്തറ്റിക് പോളിമേഴ്സ് എന്ന് പറയാം. സെമി സിന്തറ്റിക് പോളിമേഴ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു നമ്മൾ നാച്ചുറലി ഡെറിവേറ്റ് എടുക്കുന്ന ഒരു സാധനമാണ് സെല്ലുലോസ്. ഓക്കെ, ഈ സെല്ലുലോസിന്റെ ഡെറിവേറ്റീവ്സ്, ഫോർ എക്സാമ്പിൾ സെല്ലുലോസ് അസറ്റേറ്റ് എന്ന് പറയുന്നവ, സെല്ലുലോസ് നൈട്രേറ്റ് എന്ന് പറയുന്നവ, ഇവെല്ലാം സെമി സിന്തറ്റിക്. നാച്ചുറലി കിട്ടിയ സെല്ലുലോസിന് ചില മാറ്റങ്ങൾ വരുത്തുമ്പോൾ ഉണ്ടാകുന്ന സാധനങ്ങളാണ് സെല്ലുലോസ് അസറ്റേറ്റ് അഥവാ റയോൺ, സെല്ലുലോസ് നൈട്രേറ്റ് തുടങ്ങിയവ. ഇത് എന്തിന് എക്സാമ്പിൾ ആണ്? സെമി സിന്തറ്റിക്. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഈ 2 എക്സാമ്പിളുകളാണ്, സെല്ലുലോസ് അസറ്റേറ്റ് ആൻഡ് സെല്ലുലോസ് നൈട്രേറ്റ്. ഇവ എന്തിന് എക്സാമ്പിൾ ആണ്? സെമി സിന്തറ്റിക് പോളിമേഴ്സ് എക്സാമ്പിൾ ആണ്. അപ്പോൾ പോളിമർ എന്താണ് എന്ന് മനസ്സിലുണ്ടാകണം.
മോണോമേഴ്സ് കമ്പൈൻ ചെയ്ത് റിപ്പീറ്റ് ആയിട്ടുണ്ടായ ലാർജ് മോളിക്യുലാർ മാസിനെ 10⁻³ മുതൽ 10⁻⁷U വരെ വരുന്ന ലാർജ് മോളിക്യുലാർ മാസിനെ വിളിക്കുന്ന പേരാണ് പോളിമർ. ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേര് പോളിമറൈസേഷൻ. ക്ലാസിഫൈ ചെയ്തു: നാച്ചുറൽ പോളിമർ, സെല്ലുലോസ് പ്രോട്ടീൻ സ്റ്റാർച്ച്, സെല്ലുലോസ് അസറ്റേറ്റ്, സെല്ലുലോസ് നൈട്രേറ്റ്. അത് നാച്ചുറൽ അല്ല, സെമി സിന്തറ്റിക് പോളിമേഴ്സ് ആണ്. ഇനി അടുത്ത് സിന്തറ്റിക് പോളിമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, കംപ്ലീറ്റ് ആയിട്ട് കെമിക്കൽ മെത്തേഡ്സിലൂടെ ഉണ്ടാക്കിയെടുക്കുന്ന പോളിമേഴ്സിനെ വിളിക്കുന്ന പേരാണ് സിന്തറ്റിക് പോളിമേഴ്സ്. ഫോർ എക്സാമ്പിൾ നമ്മുടെ പ്ലാസ്റ്റിക്, പോളിത്തീൻ പറയാം, നൈലോൺ 6 പോലുള്ള പറയാം, റബ്ബേഴ്സ്, ബ്യൂണായൻ ഇത് തുടങ്ങിയവയും എന്തിൽ പറയാം? ഈ പറയുന്ന സിന്തറ്റിക് പോളിമേഴ്സിൽ പറയാം. എക്സാമ്പിളുകൾ ഓർത്ത് വെച്ചേക്കുക: നൈലോൺ 6, പോളിത്തീൻ, ബ്യൂണായൻ, N is there, ബ്യൂണ S is there. ഇതെല്ലാം എന്തിന് എക്സാമ്പിൾ ആണ്? സിന്തറ്റിക് പോളിമേഴ്സിന് എക്സാമ്പിൾ ആണ്. ബേസ്ഡ് ഓൺ ദ സോഴ്സ് ആണ് നമ്മൾ പറഞ്ഞത്. ബേസ്ഡ് ഓൺ ദ സോഴ്സ് അനുസരിച്ച് പോളിമേഴ്സിനെ നമ്മൾ 3ആയി തരംതിരിച്ചു എന്നുള്ള കാര്യം കൃത്യമായി അറിഞ്ഞിരിക്കുക. പോളിമേഴ്സിനെ തരംതിരിക്കുന്ന കാര്യത്തിലേക്ക് ഡീറ്റെയിൽഡ് ആയി നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല, കാരണം അത് പരീക്ഷയ്ക്ക് ചോദിക്കില്ല. നമ്മുടെ സിലബസിൽ അത് ഉൾപ്പെടുത്തിയിട്ടില്ല. ചില സാഹചര്യത്തിൽ നമുക്കറിയാം, ഈ പറയുന്ന സിലബസിൽ നിന്ന് പുറത്തും ക്വസ്റ്റ്യൻസ് ഈ പറയുന്ന മേഖലയിൽ ചോദിക്കാമെന്ന് എല്ലായ്പ്പോഴും ഇമ്പോർട്ടൻറ്റ് നോട്ടായിട്ട് കൊടുക്കുന്ന കാര്യമാണ്. സോ ഈ പറഞ്ഞ കാര്യവും നിങ്ങൾ അറിഞ്ഞിരിക്കുക. ചില സാഹചര്യങ്ങൾ ഓഡ് ദ വൺ ഔട്ട് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാം. ഓക്കെ, പോളിമർ എന്താണ് എന്നറിയാം, ടൈപ്സ് ഓഫ് പോളിമേഴ്സ് എന്താണ് എന്ന്, ബേസ്ഡ് ഓൺ ദ സോഴ്സ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യം നിങ്ങൾക്കിപ്പോൾ അറിയാം. ഇനി ഞാൻ അടുത്ത് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, അവിടെ ആക്ട് ചെയ്യുന്ന സ്ട്രക്ചർ അനുസരിച്ച്, മോളിക്യുലാർ ഫോഴ്സ് അനുസരിച്ച്, അല്ലെങ്കിൽ മോഡ് ഓഫ് പോളിമറൈസേഷൻ അനുസരിച്ച് വീണ്ടും ഇവയെ ക്ലാസിഫൈ ചെയ്യാം. സ്ട്രക്ചർ അനുസരിച്ച് ലീനിയർ, ക്രോസ് ലിങ്ക്ഡ് തുടങ്ങിയ രീതിയിൽ അവയെ ക്ലാസിഫൈ ചെയ്യാം. മോളിക്യുലാർ ഫോഴ്സസ് അനുസരിച്ച് തെർമോസെറ്റിക് പ്ലാസ്റ്റിക്സ്, തെർമോപ്ലാസ്റ്റിക് ഫൈബേഴ്സ് തുടങ്ങിയ രീതിയിൽ നമുക്ക് അവയെ ക്ലാസിഫൈ ചെയ്യാം. മോഡ്സ് ഓഫ് പോളിമറൈസേഷൻ അനുസരിച്ച് അഡീഷൻ പോളിമറൈസേഷൻ ആണോ, കണ്ടൻസേഷൻ പോളിമറൈസേഷൻ ആണോ എന്ന രീതിയിലും നമുക്ക് ഇവയെ ക്ലാസിഫൈ ചെയ്യാം. ക്ലാസിഫിക്കേഷനിലേക്ക് കൂടുതൽ പോകാതിരിക്കുന്നതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ സെക്ഷനിൽ വരുന്നില്ല. ജസ്റ്റ് ഒരു ഐഡിയ മാത്രം ഉണ്ടായിരുന്നാൽ മതി. ബേസിസ് സോഴ്സ് ഞാൻ പറഞ്ഞു. സ്ട്രക്ചർ അനുസരിച്ച് ലീനിയർ ആണോ, ബ്രാഞ്ച്ഡ് ആണോ, നെറ്റ്വർക്ക് ആണോ തുടങ്ങിയ രീതിയിലാണ് ഈ പറയുന്ന സ്ട്രക്ചറിൽ വരിക. മോളിക്യുലർ ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഫൈബേഴ്സ് വരാം, തെർമോപ്ലാസ്റ്റിക്സ് വരാം, തെർമോസെറ്റിക് പ്ലാസ്റ്റിക്സ് വരാം തുടങ്ങിയ കാര്യങ്ങളാണ് മോളിക്യുലാർ ഫോഴ്സിൽ വരിക. മോഡ് ഓഫ് പോളിമറൈസേഷൻ എന്ന് പറയുമ്പോൾ അഡിഷൻ പോളിമറൈസേഷനും കണ്ടൻസേഷൻ പോളിമറൈസേഷൻ, ടൈപ്സ് ഓഫ് പോളിമറൈസേഷൻ ആണ് എന്തിൽ വരിക? മോഡ്സ് ഓഫ് പോളിമറൈസേഷനിൽ വരിക. ഇതൊരു ഒന്ന് കേട്ടിരുന്നാൽ മാത്രം മതി, ഒരു ഐഡിയ ഉണ്ടായിരിക്കുക. ബേസ് സ്ട്രക്ചർ എന്തൊക്കെ വരാം? ലീനിയർ സ്ട്രക്ചർ ആയിട്ട് വരാം, ആ സ്ട്രക്ചറിൽ ബ്രാഞ്ച്ഡ് ആയിട്ട് വരാം. ഫോഴ്സ് എന്തൊക്കെ വരാം? തെർമോസെറ്റിക് എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ സെറ്റ് ആകുന്ന പ്ലാസ്റ്റിക്സ് ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ കൊടുത്തു കഴിഞ്ഞു. ഫോർ എക്സാമ്പിൾ നമ്മുടെ സ്വിച്ച് ബോർഡ് എന്ന് കൺസിഡർ ചെയ്യുക. ബേക്ക് ലൈറ്റ് ആണ്, അത് ഞാനൊന്ന് ചൂടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഷേപ്പ് ചേഞ്ച് ചെയ്യും. അത് എനിക്ക് റീമോൾഡ് ചെയ്യാനോ റീഷേപ്പ് ചെയ്യാനോ സാധിച്ചില്ല എങ്കിൽ അതിനെ തെർമോസെറ്റിംഗ് എന്ന് പറയാം. തെർമോപ്ലാസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അവയെ ചൂടാക്കി വീണ്ടും ഷേപ്പ് മാറ്റി ഉപയോഗിക്കാൻ സാധിക്കുന്നവയെ എനിക്ക് എന്ത് പറയാം? തെർമോപ്ലാസ്റ്റിക്സ് എന്ന് പറയാം. തെർമോപ്ലാസ്റ്റിക്സും തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്സും എന്താണ് എന്ന് അറിഞ്ഞിരിക്കുക. തെർമോസെറ്റിംഗ്, ടെമ്പറേച്ചർ കൊടുത്തു കഴിഞ്ഞാൽ സെറ്റായി പോയി എന്ന് പറഞ്ഞാൽ റീയൂസ് ചെയ്യാൻ സാധിക്കാത്തവ, റീമോൾഡ് ചെയ്യാൻ സാധിക്കാത്തവ, അവയെ വിളിക്കുന്ന പേരാണ് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്സ്. എക്സാമ്പിൾ, ഏറ്റവും നല്ല ഉദാഹരണം ബേക്ക് ലൈറ്റ്. തെർമോപ്ലാസ്റ്റിക് സാധാരണയായി റീയൂസ് ചെയ്യാൻ സാധിക്കുന്ന, ടെമ്പറേച്ചർ മാറ്റിക്കഴിഞ്ഞാൽ, ടെമ്പറേച്ചർ ഒരു പർട്ടിക്കുലർ beyond a particular limit, it can be particular limit of temperature, it can be remolded and reshaped. അതിനെ വിളിക്കുന്ന പേരാണ് തെർമോപ്ലാസ്റ്റിക്സ്. ഇത് ബേസിക് ഡെഫിനിഷൻ ആണ്, നമ്മൾ പോളിമേഴ്സ് പറയുന്ന സമയത്ത് പറഞ്ഞിരിക്കേണ്ട കാര്യമാണ്, അതുകൊണ്ട് മാത്രമാണ് പറഞ്ഞത്. ഇനി അഡിഷൻ പോളിമേഴ്സ് ഉണ്ട്, കണ്ടൻസേഷൻ പോളിമേഴ്സ് ഉണ്ട്. അതും ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. അഡിഷൻ എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ ആയിട്ടുള്ള ആൾ, ഞാൻ പറഞ്ഞു ഒരു വെള്ളമുത്താണെങ്കിൽ ആ വെള്ളമുത്ത് മാത്രം ആഡ് ചെയ്ത് പോകുന്ന സാഹചര്യം, അതാണ് അഡിഷൻ പോളിമറൈസേഷൻ. കണ്ടൻസേഷൻ പോളിമേഴ്സ് എന്ന് പറയുമ്പോൾ രണ്ട് ഡിഫറെന്റ് ആളുകൾ തമ്മിൽ കമ്പൈൻ ചെയ്യുന്നു, ആ സമയത്ത് ഒരു പ്രോഡക്റ്റ് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുക, ചിലപ്പോൾ വാട്ടർ ആകാം. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ ഫോം ചെയ്യുന്നതിന് വിളിക്കുന്ന പേരാണ് കണ്ടൻസേഷൻ പോളിമറൈസേഷൻ. അതൊരു ഐഡിയ ഉണ്ടായിരുന്നാൽ മാത്രം മതി. ക്ലാസിഫിക്കേഷൻ പറയുമ്പോൾ ഏറ്റവും പ്രധാനമായി സോഴ്സ് അറിഞ്ഞിരിക്കുക. സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ലീനിയർ ഉണ്ട്, ബ്രാഞ്ച്ഡ് ഉണ്ട് എന്ന് അറിഞ്ഞിരിക്കുക. മോളിക്യുലാർ ഫോഴ്സിൽ മനസ്സിൽ വരേണ്ട കാര്യം തെർമോസെറ്റിങ്ങും തെർമോപ്ലാസ്റ്റിക്സും മനസ്സിലുണ്ടായിരിക്കുക.
മോഡ് ഓഫ് പോളിമറൈസേഷൻ പറയുമ്പോൾ അഡിഷൻ പോളിമറൈസേഷനും കണ്ടൻസേഷൻ പോളിമറൈസേഷനും മനസ്സിലുണ്ടാവുക. അഡിഷൻ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ മുത്ത് മാത്രം കോർത്തുണ്ടാക്കിയ മാല. കണ്ടൻസേഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് വലിപ്പത്തിലുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള മുത്തുകൾ കമ്പൈൻ ചെയ്ത് ഒരു ബൈ പ്രോഡക്റ്റ് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് എങ്കിൽ അതിനെ വിളിക്കുന്ന പേരെന്ത്? കണ്ടൻസേഷൻ പോളിമറൈസേഷൻ. ഇത് മനസ്സിലുണ്ടായിരിക്കുക. അപ്പോൾ പോളിമേഴ്സ് എന്ന് പറയുന്ന കാര്യം കേൾക്കുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളുടെ തലച്ചോറിൽ വന്നിട്ടുണ്ടാകണം. ഓക്കെ, അടുത്ത പറയുന്ന കാര്യം പോളിമർ. ഞാൻ പറഞ്ഞു അഡിഷൻ പോളിമേഴ്സിനെ വിളിക്കുന്ന മറ്റൊരു പേര് ഇമ്പോർട്ടൻ്റ് ആണ്, ചെയിൻ ഗ്രോത്ത് പോളിമറൈസേഷൻ. ഇനി കണ്ടൻസേഷൻ പോളിമേഴ്സിനെ വിളിക്കുന്ന മറ്റൊരു പേര് സ്റ്റെപ്പ് ഗ്രോത്ത് പോളിമറൈസേഷൻ. ഈ രണ്ട് പേരുകൾ അറിഞ്ഞിരിക്കുക. അഡിഷൻ പോളിമറൈസേഷനെ വിളിക്കുന്ന മറ്റൊരു പേര് എന്താ? ചെയിൻ ഗ്രോത്ത് പോളിമറൈസേഷൻ എന്നും കണ്ടൻസേഷൻ പോളിമേഴ്സിനെ വിളിക്കുന്ന പേരെന്താ? സ്റ്റെപ്പ് ഗ്രോത്ത് പോളിമറൈസേഷൻ എന്നും വിളിക്കാം. ഈ രണ്ട് പേരുകളും അറിഞ്ഞിരിക്കുക. ഇനി നമുക്ക് സിലബസിലുള്ള ആദ്യത്തെ പോളിമർ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോളിത്തീനാണ്. അപ്പോൾ ഞാൻ ഓരോരോ പോളിമേഴ്സിലേക്ക് പറയാൻ പോവുകയാണ്. ഓരോ പോളിമർ പറയുന്ന സമയത്തും അതിൻ്റെ സ്ട്രക്ചർ നിങ്ങളുടെ തലച്ചോറിൽ ഉണ്ടാകണം. പറയുന്ന കാര്യം കൃത്യമായി മനസ്സിലാകണം. അത് വരച്ച് തന്നെ നോക്കണം. കാരണം അതിൻ്റെ മോണോമർ യൂണിറ്റുകൾ അനുസരിച്ച് പരീക്ഷയ്ക്ക് ചോദിക്കാം. ഐഡൻറ്റിഫൈ ദ മോണോമർ യൂണിറ്റ് അല്ലെങ്കിൽ ഐഡന്റിഫൈ ദ എന്ന് പറഞ്ഞാൽ പോളിത്തീൻ ഒരു പോളിമറാണ്. ഈ പോളിമർ ഉണ്ടാക്കിയ മോണോമർ ഏതാണ് എന്ന രീതിയിൽ ചോദ്യം ചോദിക്കാം. അപ്പോൾ കൃത്യമായൊരു ധാരണ വേണം മോണോമർ യൂണിറ്റിനെ പറ്റി. അപ്പോൾ പോളിത്തീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം അത് ഒന്നീ ലീനിയർ ആകാം അല്ലെങ്കിൽ സ്ലൈറ്റ്ലി ബ്രാഞ്ച്ഡ് ആയിട്ടുള്ള ലോങ് ചെയിൻ മോളിക്യൂൾസ് ആണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ തെർമോപ്ലാസ്റ്റിക് വീണ്ടും ഇവിടെ വന്നു. എന്താ ഇവ എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റിപ്പീറ്റ്ലി സോഫ്റ്റ് ആവുകയും കൂള് ചെയ്യുമ്പോൾ എന്താവുകയും ചെയ്യും? ഹാർഡ് ആവുകയും ചെയ്യും. സോ ദേ ബിലോങ് ടു ദ കാറ്റഗറി ഓഫ് തെർമോപ്ലാസ്റ്റിക് പോളിമേഴ്സ്. അപ്പോൾ തെർമോപ്ലാസ്റ്റിക് പോളിമേഴ്സിന്റെ ഒരു ഉദാഹരണമാണ് പോളിത്തീൻ. ഞാൻ എന്ത് ചെയ്തു? ചൂടാക്കിയപ്പോൾ സോഫ്റ്റ് ആയി, തണുപ്പിച്ചപ്പോൾ വീണ്ടും എന്തായി? ഹാർഡായി. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? വീണ്ടും റീയൂസ് ചെയ്യാൻ സാധിക്കും. പോളിത്തീൻ അതിന് ഒരു ഉദാഹരണമാണ്. സോ പോളിത്തീൻ എന്ന് പറഞ്ഞാൽ റീയൂസ് ചെയ്യാൻ സാധിക്കുന്ന ചൂടാക്കിയാൽ സോഫ്റ്റ് ആകുകയും തണുപ്പിച്ചാൽ ഹാർഡ് ആവുകയും ചെയ്യുന്ന പോളിമറാണ് പോളിത്തീൻ. സോ ഇതൊരു തെർമോപ്ലാസ്റ്റിക് ആണ്. രണ്ട് തരത്തിലുള്ള പോളിത്തീനുകൾ ഉണ്ട് എന്ന് കൃത്യമായി അറിഞ്ഞിരിക്കുക. ഇത് ഉണ്ടാക്കുന്ന രീതി വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. പോളിത്തീൻ ഉണ്ടാക്കുന്ന രീതി വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ വീണ്ടും പറയുന്നു, പോളിത്തീൻ ഒരു തെർമോപ്ലാസ്റ്റിക്സ് ആണ്. ഒരു തെർമോപ്ലാസ്റ്റിക് ആണ് എന്ന് പറഞ്ഞാൽ ചൂടാക്കിയാൽ സോഫ്റ്റ് ആകും, തണുപ്പിച്ചാൽ ഹാർഡ് ആകും. തെർമോപ്ലാസ്റ്റിക്. ഇനി ഞാൻ ആദ്യം പറയാൻ പോകുന്നത് ലോ ഡെൻസിറ്റി പോളിത്തീൻ ആണ്. അപ്പോൾ ലോ ഡെൻസിറ്റി പോളിത്തീൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം അതിൻ്റെ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ്. അതിൽ ടെമ്പറേച്ചർ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കണം, പ്രഷറിനും വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അപ്പോൾ നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക, ലോ ഡെൻസിറ്റി പോളിത്തീൻ എന്ന് പറയുമ്പോൾ അത് ഉണ്ടാക്കുന്നത് എവിടെ നിന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈഥീൻ. മറക്കരുത്, ഞാൻ ഈഥീൻ എന്ന് പറയുന്ന ആളിൽ നിന്നാണ് ഉണ്ടാക്കുന്നത് പറഞ്ഞു. എന്താണ്? ഈഥീൻ. മറക്കരുത്, ഈഥീൻ. ഈഥീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ച കാര്യമാണ്. CH2 ഡബിൾ ബോണ്ട് CH2. CH2 ഡബിൾ ബോണ്ട് CH2 വിളിക്കുന്ന പേരാണ് ഈഥീൻ. ഈ ഈഥീനിന്റെ N മോളിക്യൂൾസ് എടുത്തു. എത്ര മോളിക്യൂൾസ് എടുത്തു? ഈ ഈഥീനിന്റെ N മോളിക്യൂൾസ് എടുത്തപ്പോൾ ഉണ്ടായ പോളിമറിനെ ഞാൻ വിളിക്കുന്ന പേരാണ് പോളിത്തീൻ. മറക്കരുത്, എപ്പോഴും ഓർത്തിരിക്കുക, ഈഥീൻ എന്ന് പറയുന്ന മോണോമർ യൂണിറ്റിനെ N മോളിക്യൂൾസിനെ ഒരു പർട്ടിക്കുലർ കണ്ടീഷനിൽ ഞാൻ പ്രവർത്തിപ്പിച്ചപ്പോൾ ഉണ്ടായ പോളിമറാണ് പോളിത്തീൻ. മറക്കരുത്, ഈഥീനാണ് പോളിത്തീനായി മാറിയത്. ഈഥീനാണ് എന്തായിട്ട് മാറിയത്? പോളിയതീനായി മാറിയത്. എനിക്ക് അറിയാം CH2 ഡബിൾ ബോണ്ട് CH2. അപ്പോൾ അതിൻ്റെ മോണോമർ യൂണിറ്റ് ഏതാണെന്ന് ചോദിക്കാം. കൃത്യമായൊരു ഐഡിയ വേണം. അപ്പോൾ ഈ ഞാൻ പറഞ്ഞു, പോളിമറൈസ് ചെയ്തു ഈഥീനെ പോളിയതീനാക്കാൻ ചില കണ്ടീഷനുകളുണ്ട്. ഒന്ന്, ഹൈ പ്രഷർ ഓഫ് 1000 to
2000 അറ്റ്മോസ്ഫിയർ. ഒന്നാമത്തെ കാര്യം, ഒന്നാമത്തെ കണ്ടീഷൻ, പ്രഷർ എന്താണ്? 1000 to 2000 ATM. കാണാതെ പഠിക്കണം, നന്നായിട്ട് മനസ്സിലാക്കി തന്നെ പഠിക്കുക. ടെമ്പറേച്ചർ 350 മുതൽ 570 കെൽവിൻ. 350 മുതൽ 570 കെൽവിൻ. ഇവിടെ ഒരു ഇനിഷ്യേറ്റർ അഥവാ ഒരു കാറ്റലിസ്റ്റ് ആക്ട് ചെയ്യുന്നുണ്ട്. ട്രേസസ് ഓഫ് ഓക്സിജൻ, ഡയോക്സിജൻ അല്ലെങ്കിൽ പെറോക്സൈഡ്. പെറോക്സൈഡ് മറക്കരുത്, പെറോക്സൈഡ്, ഡയോക്സിജൻ അല്ലെങ്കിൽ പെറോക്സൈഡ് ഇനിഷ്യേറ്റേഴ്സ്. ഡയോക്സിജൻ ഓർ പെറോക്സൈഡ് ഇനിഷ്യേറ്റേഴ്സ്. അപ്പോൾ ഈഥീൻ എന്ന് പറയുന്ന ആളെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. എത്രമാത്രം ടെമ്പറേച്ചറിൽ? 350 മുതൽ 570 കെൽവിൻ ടെമ്പറേച്ചർ. എത്ര? 350 മുതൽ 570 കെൽവിൻ. പ്രഷർ 1000 മുതൽ 2000 അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ ഈഥീൻ എന്ന് പറയുന്ന ആളെ ഞാൻ എടുത്തു. റിയാക്ട് ചെയ്യാൻ പോവുകയാണ്. റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ട്രേസസ് ഓഫ് പെറോക്സൈഡ് ഇനിഷ്യേറ്റേഴ്സ് മറക്കരുത്, അഡിഷൻ പോളിമറൈസേഷൻ ആണ്. സോ അവിടെ എടുക്കുന്ന ഇനിഷ്യേറ്റേഴ്സ് പെറോക്സൈഡ്സ് ആണ്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന പോളിമർ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ലോ ഡെൻസിറ്റി പോളിത്തീൻ ആണ്. അപ്പോൾ ഇതൊരു അഡിഷൻ പ്രോസസ്സാണ്, ഒരു അഡിഷൻ പോളിമറൈസേഷൻ ആണ്, ഒരു റാഡിക്കൽ, ഫ്രീ റാഡിക്കൽ അഡിഷൻ പ്രോസസ്സാണ് എന്ന് പറയാം. ഇനി വേറൊരു കാര്യം മനസ്സിലാക്കുക, ഇതിന് ബ്രാഞ്ച്ഡ് സ്ട്രക്ചർ ആണ്, തെർമോപ്ലാസ്റ്റിക് ആണ്. മാത്രമല്ല സ്ട്രക്ചർ പറയുകയാണെങ്കിൽ ബ്രാഞ്ച്ഡ് സ്ട്രക്ചേഴ്സ് ആണ്. അപ്പോൾ സ്ട്രെയിറ്റ് ചെയിനിൽ ബ്രാഞ്ചസ് കാണപ്പെടുന്ന പോളിത്തീൻ ഏത്? ലോ ഡെൻസിറ്റി പോളിത്തീൻ. ഹൈ ടെമ്പറേച്ചറിലാണോ? ടെമ്പറേച്ചർ എത്രയാ? 350 മുതൽ 570 കെൽവിൻ. പ്രഷർ എത്രയാ? 1000 മുതൽ 2000 അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അടുത്ത് മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ ഇനിഷ്യേറ്റേഴ്സ് അല്ലെങ്കിൽ കാറ്റലിസ്റ്റ് ഉപയോഗിക്കുന്നുണ്ടോ? പെറോക്സൈഡ് അല്ലെങ്കിൽ ഡയോക്സിജൻ കാറ്റലിസ്റ്റുകൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഉണ്ടായ പോളിമർ എന്താണ്? പോളിത്തീൻ. മറക്കരുത്, പോളിത്തീൻ എന്ന് പറയുമ്പോൾ ലോ ഡെൻസിറ്റി. ലോ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും ലോ പ്രഷർ ആണെന്ന് വിചാരിക്കരുത്. ലോ ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ ഹൈ പ്രഷർ, 1000 മുതൽ 2000 ATM പ്രഷർ. നീ ടെമ്പറേച്ചർ 350 മുതൽ 570 കെൽവിനും. കാറ്റലിസ്റ്റ് ഡയോക്സിൻ അല്ലെങ്കിൽ പെറോക്സൈഡ് ഇനിഷ്യേറ്ററുകൾ. ഇതെന്ത് അഡീഷനാണ്? ഫ്രീ റാഡിക്കൽ അഡീഷൻ മെക്കാനിസം ആണ്. സ്ട്രെയിറ്റ് ചെയിനിൽ എന്ത് വരുന്നുണ്ട്? ബ്രാഞ്ചസ് വരുന്നുണ്ട്. ഇത്രയും കാര്യം ഓർത്തിരിക്കുക. ടെമ്പറേച്ചർ, പ്രഷർ, കാറ്റലിസ്റ്റ്, സ്ട്രെയിറ്റ് ചെയിൻ വിത്ത് ബ്രാഞ്ചസ്, ഫ്രീ റാഡിക്കൽ അഡീഷൻ. ഓക്കെ, ഇനി അടുത്ത് പറയുന്ന കാര്യം ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. സവിശേഷതകൾ പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് കെമിക്കലി ഇനേർട്ട്, ടഫാണ്, ഫ്ലെക്സിബിൾ ആണ്, പുവർ കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി ആണ്. 4 കാര്യങ്ങൾ. കെമിക്കലി ഇനേർട്ടാണ്, ടഫാണ്, ഫ്ലെക്സിബിൾ ആണ്, പുവർ കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി ആണ്. അപ്പോൾ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്ന വയറുകളിലെ ഇൻസുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താകാം? പോളിത്തീൻ ആകാം. സ്ക്യൂസ് ബോട്ടിൽസ്, പെറ്റ് ബോട്ടിൽസ്, നമ്മൾ വെള്ളം കുടിക്കുന്ന പെറ്റ് ബോട്ടിൽസ് എന്നറിയപ്പെടുന്നത് അഥവാ പോളിയെത്തീൻ ബോട്ടിൽസുകളാണ്. ടോയ്സും ഫ്ലെക്സിബിൾ പൈപ്പുകളും എല്ലാം എന്തുകൊണ്ടും ഉണ്ടാക്കാം? ഇവ കൊണ്ടുണ്ടാക്കാം. ഓർത്തിരിക്കുക, അവ കെമിക്കലി ഇനേർട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ പെറ്റ് ബോട്ടിൽസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ മിനറൽ വാട്ടർ മേടിക്കുന്ന ആ കുപ്പി വെള്ളം ഉണ്ടാക്കിയത് എന്തുകൊണ്ടാണ്? ലോ ഡെൻസിറ്റി പോളിത്തീനാണ്. ആര് ചോദിച്ചാലും മനസ്സിൽ വരണം, ഞാനൊരു പെറ്റ് ബോട്ടിൽ കുടിക്കാൻ എടുക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ വരേണ്ട കാരണം ഇത് പെറ്റ് ബോട്ടിലാണ്. പെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? പോളിയെത്തീൻ ബോട്ടിലാണ്, ലോ ഡെൻസിറ്റി പോളിത്തീനാണ്. ഹൈ പ്രഷറിൽ 350 മുതൽ 570 1000 മുതൽ 2000 അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ ഉണ്ടാക്കിയെടുത്ത സാധനമാണ്. പെറോക്സൈഡ് ഇനിഷ്യേറ്റർ ആയിട്ട്, ഡയോക്സിൻ ഇനിഷ്യേറ്റർ ആയി ഉണ്ടാക്കിയെടുത്ത സാധനമാണ്. ഇതാണ് ആ സ്ക്യൂസ് ബോർഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യോ? പുവർ കണ്ടക്ടർ ആണ്, ഫ്ലെക്സിബിൾ ആണ്, നമുക്ക് തന്നെ സ്ക്യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇനി അടുത്ത് പറയുന്ന കാര്യം ഹൈ ഡെൻസിറ്റി പോളിത്തീൻ. ഹൈ ഡെൻസിറ്റി പോളിത്തീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാക്കുക, അവിടെ ഒരു കാറ്റലിസ്റ്റ് എടുക്കുന്നുണ്ട്, സീഗ്ലർ നാറ്റ കാറ്റലിസ്റ്റ്. മറക്കരുത്, സീഗ്ലർ നാറ്റ കാറ്റലിസ്റ്റ്. എന്താ? ട്രൈ ഈഥൈൽ അലുമിനിയം ആൻഡ് ടൈറ്റാനിയം ടെട്രാക്ലോറൈഡ്. ട്രൈ ഈഥൈൽ അലുമിനിയം ആൻഡ് ടൈറ്റാനിയം ടെട്രാക്ലോറൈഡിനെ വിളിക്കുന്ന പേരാണ് സീഗ്ലർ നാറ്റ കാറ്റലിസ്റ്റ്.
മറക്കരുത്, ഇതും അഡിഷൻ പോളിമറൈസേഷൻ ആണ്. അപ്പോൾ ഒരു ഹൈഡ്രോ കാർബൺ സോൾവെന്റ് ഉണ്ട്, അതിൽ എന്തിന്റെ പ്രസൻസിലാണ്? സീഗ്ലർ നാറ്റ കാറ്റലിസ്റ്റ്. നേരത്തെ പെറോക്സൈഡ് ഇനിഷ്യേറ്റർ എങ്കിൽ ഇവിടെ എടുക്കുന്ന കാറ്റലിസ്റ്റ് ഇതാ ട്രൈ ഈഥൈൽ അലുമിനിയം ആൻഡ് ടൈറ്റാനിയം ക്ലോറൈഡ്. ട്രൈ ഈഥൈൽ അലുമിനിയം ആൻഡ് ടൈറ്റാനിയം ടെട്രാക്ലോറൈഡ്. മറക്കരുത്, ട്രൈ ഈഥൈൽ അലുമിനിയം ആൻഡ് ടൈറ്റാനിയം ടെട്രാക്ലോറൈഡ്. ട്രൈ ഈഥൈൽ അലുമിനിയം ആൻഡ് ടൈറ്റാനിയം ടെട്രാക്ലോറൈഡ്. ടെമ്പറേച്ചർ 333 കെൽവിൻ ടു 343 കെൽവിൻ. 333 കെൽവിൻ ടു നേരത്തേക്കാൾ ടെമ്പറേച്ചർ കൂടുതലാണോ കുറവാണോ? ടെമ്പറേച്ചർ എന്ത് ചെയ്തു? കുറഞ്ഞു. പ്രഷർ നമ്മൾ എന്ത് ചെയ്തു? കുറച്ചു. നേരത്തെ കാട്ടി എത്ര ഇരട്ടിയാണ് കുറവ് നോക്കുക. അപ്പോൾ ഉണ്ടാകുന്ന പോളിമേഴ്സിനെ വിളിക്കുന്ന പേരാണ് ഹൈ ഡെൻസിറ്റി പോളിമേഴ്സ്. അപ്പോൾ ഹൈ എന്ന് കേൾക്കുമ്പോൾ ഹൈ ടെമ്പറേച്ചർ ആണ്, ഹൈ പ്രഷർ ആണ് എന്ന് ആരും വിചാരിച്ചു വരുത്. ഹൈ ഡെൻസിറ്റി പോളിത്തീൻ ആണെങ്കിൽ ടെമ്പറേച്ചർ കുറവാണ്, പ്രഷറും കുറവാണ്. ഇവ ലീനിയർ മോളിക്കുലർ സ്ട്രക്ചർ ആണ്, ഹൈ ഡെൻസിറ്റി ആണ്, ഹൈ ക്ലോസ് പാക്കിംഗ് ഉള്ളത് കൊണ്ട് ഹൈ ഡെൻസിറ്റി ആണ്. ഇതിന് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞ ഹൈ ഡെൻസിറ്റി പോളിത്തീൻ മനസ്സിലാക്കേണ്ട കാര്യം ഇത് എവിടെയൊക്കെ ഉപയോഗിക്കുമെന്നുള്ള കാര്യമാണ്. ഒന്ന്, ബക്കറ്റ്സ് ഉണ്ടാക്കാൻ, ഡസ്റ്റ്ബിൻസ് ഉണ്ടാക്കാൻ, ഇവിടെയും ബോട്ടിൽസ്, കുറച്ച് കട്ടിയുള്ള ബോട്ടിൽസ്, പൈപ്സ് ഒക്കെ പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇവയും കെമിക്കലി ഇനേർട്ടാണ്, ടഫാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഫ്ലെക്സിബിൾ അല്ല. ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പോളിത്തീൻ ആണ് ലോ ഡെൻസിറ്റി. ഹൈ ഡെൻസിറ്റി എന്തല്ല? ഫ്ലെക്സിബിൾ അല്ല, ദേ ആർ ഹാർഡ്. സോ ബക്കറ്റ് ഉണ്ടാക്കുക, ഡസ്റ്റ്ബിൻ ഉണ്ടാക്കുക, കുറച്ച് കട്ടിയുള്ള ബോട്ടിൽസ് ഉണ്ടാക്കുക, കുറച്ച് കട്ടിയുള്ള പൈപ്പ്. ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പൈപ്പ് അല്ല. ഫ്ലെക്സിബിൾ പൈപ്പ് ആരാ? ലോ ഡെൻസിറ്റി പോളിത്തീൻ ആണ്. ഹൈ ഡെൻസിറ്റി പോളിത്തീൻ എന്താ? പൈപ്പുകൾ. അത് ഫ്ലെക്സിബിൾ എന്ന് പറയോ? ഒരിക്കലും ഫ്ലെക്സിബിൾ എന്ന് പറയത്തില്ല. അപ്പോൾ ഈ ഒരു കാര്യം കൃത്യമായി അറിഞ്ഞിരിക്കുക. വീണ്ടും പറയാം, അഡിഷൻ പോളിമേഴ്സ് ആണ്. അവിടെ ഒരു കാറ്റലിസ്റ്റ് ഉപയോഗിക്കുന്നുണ്ട്, സീഗ്ലർ നാറ്റ കാറ്റലിസ്റ്റ്. എന്താണ് സീഗ്ലർ കാറ്റലിസ്റ്റ്? ട്രൈ ഈഥൈൽ അലുമിനിയം ആൻഡ് ടൈറ്റാനിയം ടെട്രാക്ലോറൈഡ്. ട്രൈ ഈഥൈൽ അലുമിനിയം ആൻഡ് ടൈറ്റാനിയം ടെട്രാക്ലോറൈഡ്. ടെമ്പറേച്ചർ എത്രയാണ്? 333 കെൽവിൻ ടു 343 കെൽവിൻ. പ്രഷർ എത്രയാണ്? 6 to 7 അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അപ്പോൾ ഹൈ ഡെൻസിറ്റി ആണ് ക്ലോസ് പാക്കിംഗ് കാരണം. അവയ്ക്ക് ലീനിയർ സ്ട്രക്ചർ ആണ്, ലീനിയറിൽ ബ്രാഞ്ച് വരുന്നില്ല. ലീനിയർ സ്ട്രക്ചർ ആണ്, ടഫാണ്, ഹാർഡാണ്, കെമിക്കൽ ഇനേർട്ടാണ്. നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ബക്കറ്റുകൾ, ഡസ്റ്റ്ബിന്നുകൾ, ബോട്ടിലുകൾ, പൈപ്പുകൾ, ഇതെല്ലാം എന്തിന് ഉദാഹരണം പറയാം? ഹൈ ഡെൻസിറ്റി പോളിത്തീന് ഉദാഹരണമായി പറയാം. അപ്പോൾ ഫസ്റ്റ് പറഞ്ഞ പോളിമർ ലോ ഡെൻസിറ്റി പോളിത്തീൻ, രണ്ടാമത് പറഞ്ഞ കാര്യം ഹൈ ഡെൻസിറ്റി പോളിത്തീൻ. രണ്ടും ഉണ്ടാക്കിയത് ഈദിയിലാണ് എന്ന് പറഞ്ഞു. ടെമ്പറേച്ചറും പ്രഷർ കണ്ടീഷനും മാറുമ്പോൾ രണ്ട് തരത്തിലായി എന്നുള്ള കാര്യം ബോധം വേണം. ഫ്ലെക്സിബിൾ ആയിട്ടുള്ള സാധനം ഏത്? മനസ്സിൽ വരണം. ഇലക്ട്രിക്കൽ ഇൻസുലേഷൻ ഉണ്ടാക്കുന്ന സാധനം ഏത്? ഹൈ ടെമ്പറേച്ചറിൽ ഉണ്ടാക്കുന്ന സാധനം ഏത്? ഹൈ പ്രഷറിൽ ഉണ്ടാക്കുന്ന സാധനം ഏത്? ലോ ടെമ്പറേച്ചറിൽ എന്ത്? ലോ പ്രഷറിൽ എന്ത്? ഡസ്റ്റ്ബിൻ എന്നാണ് ഉണ്ടാക്കുന്നത്, ബക്കറ്റ് എന്നാണ് ഉണ്ടാക്കുന്നത്. ഇതെല്ലാം മനസ്സിലുണ്ടായിരിക്കുക. അടുത്തതിലേക്ക് പോകാം. അപ്പോൾ അടുത്ത് പറയുന്ന കാര്യം ടെഫ്ലോൺ, പോളി ടെട്രാഫ്ലൂറോ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ നേരത്തെ ഈഥീൻ എന്ന് പറഞ്ഞപ്പോൾ CH2 ഡബിൾ ബോണ്ട് CH2 ആണ് എങ്കിൽ ഇവിടെ H മാറി 2 ഫ്ലൂറിൻ വന്നു, വേറെ ഒരു ചേഞ്ചും ഇല്ല. ടെട്രാഫ്ലൂറോ ഇഥീൻ. ആ 4 ഹൈഡ്രജൻ മാറി 4 എന്തോന്നായി? ഫ്ലൂറിനായി. ടെട്രാഫ്ലൂറോ എഥീൻ. അപ്പോൾ പോളി ടെട്രാഫ്ലൂറോ ഇതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? പോളി ടെട്രാഫ്ലൂറോ ഇതിനെ വിളിക്കുന്ന പേരാണ് ടെഫ്ലോൺ. ടെഫ്ലോൺ എന്ന് പറഞ്ഞ കാര്യം മിക്കവാറും എല്ലാവർക്കും അറിയാം. ടെഫ്ലോൺ കോട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ സ്റ്റിക്ക് പാത്രങ്ങളെല്ലാം എന്തുകൊണ്ടുണ്ടാക്കിയ സാധനങ്ങളാണ്? ടെഫ്ലോൺ കൊണ്ടുണ്ടാക്കിയ സാധനങ്ങളാണ്. അപ്പോൾ ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം, അപ്പോൾ ടെട്രാഫ്ലൂറോ ഇതിനും അവിടെ ഒരു കാറ്റലിസ്റ്റ്, ഫ്രീ റാഡിക്കൽ അല്ലെങ്കിൽ പെർ സൾഫേറ്റ് കാറ്റലിസ്റ്റ്, ഹൈ പ്രഷർ, കെമിക്കലി ഇനേർട്ടാണ്, റെസിസ്റ്റൻസ് ടു കൊറോഷന് റെസിസ്റ്റ് ചെയ്യും. സോ ഓയിൽ സീലുകൾ ഉണ്ടാക്കാൻ സഹായിക്കുന്നു, ഗ്യാസ്കറ്റുകൾ ഉണ്ടാക്കാൻ സഹായിക്കുന്നു, നോൺ സ്റ്റിക്ക് ആയിട്ടുള്ള സർഫസ് കോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നു. മറക്കരുത്, എന്തുകൊണ്ട് ഓയിൽ സീലും ഗ്യാസ്കറ്റും? ദേ ആർ resistant to attack by corrosive agent. They are resistant to attacking by corrosive agents. So they can be used for making oil seals, gaskets and non-stick surface. മറക്കരുത്, ടെഫ്ലോൺ ചോദിക്കാം. നോക്കൂ, N ടൈം CF2 ഞാൻ പറഞ്ഞു. ഹൈ കാറ്റലിസ്റ്റ്, ഹൈ പ്രഷറിലാകുമ്പോൾ ഉണ്ടാകുന്ന സാധനമാണ് എന്ത്? ടെഫ്ലോൺ. പെർ സൾഫേറ്റ് കാറ്റലിസ്റ്റുകളാണ്. എന്ത് കാറ്റലിസ്റ്റുകളാണ്? പെർ സൾഫേറ്റ് കാറ്റലിസ്റ്റുകളാണ്. ഇനി പോളി അക്രിലോനൈട്രൈൽ. അപ്പോൾ പോളി അക്രിലോനൈട്രൈൽ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെപ്പാട് ഒരു ചേഞ്ചേ ഉള്ളൂ. നമ്മൾ CH2 ഡബിൾ ബോണ്ട് CH2 പറഞ്ഞു, ഈഥീൻ. ഇതിലെ ഒരു ഹൈഡ്രജൻ ഞാനങ്ങ് മാറ്റി.
ഇതിൽ ഒരു ഹൈഡ്രജൻ ഞാനങ്ങ് മാറ്റി, ആ ഹൈഡ്രജന് പകരം ഒരു ഹൈഡ്രജൻ ഞാനങ്ങ് മാറ്റി, ആ ഹൈഡ്രജന് പകരം ഒരു CN വന്നു. അത്രേ ഉള്ളൂ. അതിൻ്റെ N മോളിക്യൂൾസ് എല്ലാം ഈഥീന് പോലുള്ള മോളിക്യൂളാണ് എന്ന് ആലോചിക്കുക. CH2 ഡബിൾ ബോണ്ട് CH2-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഉണ്ടായി പോളി എഥീൻ. അവിടെയുള്ള 4 ഹൈഡ്രജനും മാറി 4 ഫ്ലൂറിൻ വന്നു, ഉണ്ടായ സാധനം പോളി ടെട്രാഫ്ലൂറോ എഥീൻ. അടുത്ത് ഒരു ഹൈഡ്രജൻ മാറി അവിടെ CN വന്നു, ഉണ്ടായ സാധനം പോളി അക്രിലോ നൈട്രൈൽ. ഇനി ഇതിനകത്ത് 2 കാര്യം കൂടെ ഞാൻ പറയാം, നിങ്ങൾക്ക് ഇത് പഠിക്കുമ്പോൾ ഓർത്തിരിക്കാൻ പറ്റിയ 2 കാര്യം കൂടെ പറയാം. ഈ CN മാറി അവിടെ Cl വരികയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് വിനൈൽ ക്ലോറൈഡ്. അപ്പോൾ ഇവിടെ നിന്നുണ്ടാകുന്ന സാധനം എന്തായിരിക്കും? പോളി വിനൈൽ ക്ലോറൈഡ്. ഇനി അടുത്ത് ഞാൻ വീണ്ടും ഒരു സാധനം പറയാൻ പോവുകയാണ്. ഇവിടുത്തെ Cl മാറി ഒരു ബെൻസീൻ റിംഗ് ആണ്, ഉണ്ടാകുന്ന ആലോചിക്കുക. അപ്പോൾ ഇതിനെ വിളിക്കുന്ന പേരാണ് സ്റ്റൈറീൻ. അപ്പോൾ ഉണ്ടാകുന്ന സാധനം എന്താ? പോളി സ്റ്റൈറീൻ. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, എല്ലാം തന്നെ ഒരു സിമ്പിൾ രീതിയിൽ നിങ്ങൾക്ക് മോണോമർ യൂണിറ്റുകൾ ഓർത്തിരിക്കാൻ സാധിക്കും. എവിടെ നിന്നാണ് നമ്മൾ ഓർത്ത് തുടങ്ങേണ്ടത്? നമ്മൾ എല്ലായ്പ്പോഴും ഓർത്ത് തുടങ്ങേണ്ട കാര്യം, ഞാനത് അത് പറഞ്ഞതിന് ശേഷം ഇത് എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മൾ ആ സിമ്പിൾ ആയിട്ടുള്ള കാര്യം ഓർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മിക്കവാറും 2-3 ക്വസ്റ്റ്യൻ ചെയ്യാൻ സാധിക്കും. അത് ഞാൻ ആദ്യം ഒന്ന് പറയാം. CH2 ഡബിൾ ബോണ്ട് CH2 എന്ന് പറയുന്ന മോണോമർ യൂണിറ്റിനെ വിളിക്കുന്ന പേര് ഈഥീൻ. ഈഥീനിൽ നിന്നുണ്ടാകുന്ന സാധനം പോളി ഈഥീൻ. ഇനി ഈ 2 ഹൈഡ്രജനും മാറി 2 ഫ്ലൂറിൻ ആയി കഴിഞ്ഞാൽ അതിന്റെ പേര് ടെട്രാഫ്ലൂറോ ഈഥീൻ. ടെട്രാഫ്ലൂറോ ഈഥിൽ നിന്നുണ്ടാകുന്ന സാധനം പോളി ടെട്രാഫ്ലൂറോ ഈഥീൻ. അതിനെ വിളിക്കുന്ന പേര് ടെഫ്ലോൺ. ഇനി 2 ഫ്ലൂറിൻ ഇതിലെ 2 ഹൈഡ്രജൻ മാറി ഒരു ഹൈഡ്രജൻ മാറി അവിടെ CN വന്നു കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേര് അക്രിലോ നൈട്രൈൽ. മറക്കരുത്, അക്രിലോ നൈട്രൈൽ. ഇനി CH2 ഡബിൾ ബോണ്ട് CH അവിടെ CN പകരം അറ്റാച്ച് ചെയ്യുന്നത് ഒരു ബെൻസീൻ റിംഗ് ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് സ്റ്റൈറീൻ. മോണോമർ യൂണിറ്റുകളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈഥീന്റെ മോണോമർ യൂണിറ്റ് നിങ്ങൾക്ക് അറിയാം. CH2 ഡബിൾ ബോണ്ട് CH2, 4 ഹൈഡ്രജൻ മാറി 4 ഫ്ലൂറിൻ വന്നു, പേരെന്തായി? ടെട്രാഫ്ലൂറോ ഈഥീൻ. ഒരു ഹൈഡ്രജൻ മാറി ഒരു CN വന്നു, എല്ലാത്തിനും ബേസ് ആയിട്ട് CH2 ഓർത്ത് വെച്ചേക്കുക. 4 ഹൈഡ്രജൻ മാറി കഴിഞ്ഞാൽ അതെന്തായി? ടെട്രാഫ്ലൂറോയിഥിൻ. ഒരു ഹൈഡ്രജൻ മാറി ഒരു CN വന്നു, അതിന്റെ പേരെന്ത്? അക്രിലോ നൈട്രൈൽ. ഒരു ഹൈഡ്രജൻ മാറി ബെൻസീൻ റിംഗ് വന്നു, അതിന്റെ പേരെന്ത്? സ്റ്റൈറീൻ. ഒന്നും കൂടെ ഉണ്ട്, CH2 ഡബിൾ ബോണ്ട് CH, ഒരു ഹൈഡ്രജൻ മാറി Cl വന്നു, അതിന്റെ പേരെന്ത്? വിനൈൽ ക്ലോറൈഡ്. ഇതെല്ലാം തന്നെ മോണോമർ യൂണിറ്റുകളാണ്. അപ്പൊ നിങ്ങൾക്ക് തന്നെ പറയാം, ഈഥിൽ നിന്നുണ്ടാകുന്ന പോളിമർ എന്ത്? പോളിത്തീൻ. ടെട്രാഫ്ലൂറോയിൽ നിന്നുണ്ടാകുന്ന സാധനം എന്ത്? പോളി ടെട്രാഫ്ലൂറോയിഥൻ. അക്രിലോനൈട്രൈൽ സാധനം എന്താ? പോളി അക്രിലോ നൈട്രൈൽ. വിനൈൽ ക്ലോറൈഡ് എന്ന സാധനം എന്താ? പോളി വിനൈൽ ക്ലോറൈഡ്. സ്റ്റൈറിൽ നിന്നുണ്ടാകുന്ന സാധനം എന്താ? പോളി സ്റ്റൈറിൻ. എല്ലാത്തിനും സ്റ്റാർട്ടിംഗ് ആയിട്ട് ഞാൻ പറഞ്ഞ സാധനം എന്താ? CH2 ഡബിൾ ബോണ്ട് CH2. അപ്പോൾ CH2 ഡബിൾ ബോണ്ട് CH2-ലെ ആ 4 ഹൈഡ്രജനും മാറി 4 ഫ്ലൂറിൻ ആയി കഴിഞ്ഞാൽ പേരെന്താ? ടെട്രാഫ്ലൂറോ ഈഥീൻ. അതിൽ ഒരു ഹൈഡ്രജൻ മാറി CN വന്നാൽ പേരെന്താ? അക്രിലോ നൈട്രൈൽ. ഒരു ഹൈഡ്രജൻ മാറി Cl വന്നാൽ പേരെന്താ? വിനൈൽ ക്ലോറൈഡ്. ഒരു ഹൈഡ്രജൻ മാറി ബെൻസീൻ റിംഗ് വന്നാൽ പേരെന്താ? സ്റ്റൈറീൻ. അപ്പോൾ ഈഥീനിൽ നിന്നുണ്ടാകുന്ന പോളിമർ പോളിയെഥീൻ. ടെട്രാഫ്ലൂറോ ഈഥിൽ നിന്നുണ്ടാകുന്ന സാധനം പോളി ടെട്രാഫ്ലൂറോ ഈഥിൻ. മറ്റൊരു പേര് ടെഫ്ലോൺ. അക്രിലോനൈട്രിൽ ഉണ്ടാകുന്ന സാധനം പോളി അക്രിലോ നൈട്രൈൽ എന്ന് വിളിക്കാം. വിനൈൽ ക്ലോറിൽ നിന്നുണ്ടാകുന്ന സാധനം പോളി വിനൈൽ ക്ലോറൈഡ്, PVC എന്ന് വിളിക്കാം. സ്റ്റൈറിൽ നിന്നുണ്ടാകുന്ന സാധനം എന്താ? പോളിസ്റ്റൈറീൻ. ഈ 5 എക്സാമ്പിളും ഞാൻ പറഞ്ഞത് ഈഥീനിൽ നിന്നാണ്. അതിന്റെ കണ്ടീഷൻസ് ഒന്നും തന്നെ പറഞ്ഞില്ല, ജസ്റ്റ് അതിന്റെ മോണോമർ യൂണിറ്റുകളാണ് പറഞ്ഞത്. കാരണം പരീക്ഷയ്ക്ക് ചോദിക്കാം മോണോമർ യൂണിറ്റ്. അപ്പൊ സ്റ്റൈറീൻ എന്ന് പറഞ്ഞാൽ ഈഥീൻ തന്നെ ഓർത്തു വെച്ചിരിക്കുക. പക്ഷെ ഈഥീൻ ഓർക്കുമ്പോൾ നിങ്ങൾ എന്ത് കാര്യം ഓർക്കണം? അവിടത്തെ ഒരു ഹൈഡ്രജൻ മാറി അവിടെ എന്ത് റിംഗ് ആണ്? ബെൻസീൻ റിംഗ് ആണ്. അടുത്ത് വീണ്ടും അക്രിലോനൈട്രിൽ വരുമ്പോൾ വീണ്ടും നിങ്ങൾ എന്ത് ഓർക്കണം? അവിടത്തെ ഒരു ഹൈഡ്രജൻ മാറി അവിടെ എന്താണ്? നൈട്രൈൽ ഗ്രൂപ്പ്.
CN ആണ് എന്ന് ആലോചിക്കണം. അവിടെ വീണ്ടും അടുത്ത് വരുന്ന കാര്യം, ഒരു ഹൈഡ്രജൻ മാറി അവിടെ എന്ത് വരുമെന്ന് മനസ്സിലാക്കണം, ക്ലോറിൻ വരുമെന്ന് മനസ്സിലാക്കണം. അടുത്ത് ഈഥീൻ എന്ന് പറഞ്ഞാൽ എന്താ, ഡബിൾ ബോണ്ട് വരുന്ന സ്ട്രക്ചർ. അതിൽ 4 ഹൈഡ്രജൻ മാറിയാൽ എന്താ, ടെട്രാഫ്ലൂറോയിഥൻ, ഫ്ലൂറിനായി മാറി. ഈ 5 എക്സാമ്പിളും കൃത്യമായി ഓർത്തിരിക്കുക. മോണോമറുകൾ യൂണിറ്റുകൾ, കണ്ടീഷൻ എന്താണെന്ന് പറയുന്നില്ല. കാറ്റലിസ്റ്റ് ഉണ്ടാകാം, പെറോക്സൈഡ് കാറ്റലിസ്റ്റ് ആകാം, സിഗലർനാറ്റ കാറ്റലിസ്റ്റ് ആകാം, ഡയോക്സിജൻ കാറ്റലിസ്റ്റ് ആകാം. അത് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഇത് 5ൻ്റെയും മോണോമർ യൂണിറ്റ് കൃത്യമായി മനസ്സിലാക്കുക. ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. ഇത് എഴുതാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇത് തെറ്റാ. നിങ്ങൾക്ക് എളുപ്പ വഴി ഞാൻ പറഞ്ഞു തന്നു കഴിഞ്ഞു. അതിൻ്റെ അടുത്തിലേക്ക് ഓക്കെ, നമ്മൾ പറഞ്ഞു അക്രിലോ നൈട്രലിൻ്റെ കാര്യം പറഞ്ഞു. CH2 ഡബിൾ ബോണ്ട്, ഒരു ഹൈഡ്രജൻ മാറി അവിടെ എന്ത് വന്നു, CN വന്നു. അവിടെയും ഒരു പെറോക്സൈഡ് കാറ്റലിസ്റ്റ് ഉണ്ട്. ഉണ്ടായ സാധനം പോളി അക്രിലോ നൈട്രൈൽ. അപ്പോൾ വൂളിന് പകരം ഉപയോഗിക്കുന്ന ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ആണ് ഇത്. നിങ്ങൾ എല്ലാത്തിനും പഠിച്ചു വെച്ചേക്കണേ. അപ്പോൾ ഈ കമേഴ്ഷ്യൽ ഫൈബറായിട്ട് എന്ന ഓർലോൺ അല്ലെങ്കിൽ അക്രിലാൻ എന്നറിയപ്പെടുന്ന സാധനം എന്താണ്, പോളി അക്രിലോ നൈട്രൈൽ. ഇറ്റ്സ് എ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ വൂൾ. ഇറ്റ്സ് എ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ വൂൾ. വൂളിന് വേണ്ടിയുള്ള അല്ലെങ്കിൽ വൂളിനെതിരെയുള്ള ഒരു സബ്സ്റ്റിറ്റ്യൂട്ടായി കണക്കാക്കുന്ന സാധനമാണ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇനി അതിൻ്റെ കമേഴ്ഷ്യൽ ഫൈബർ എന്ന് അറിയപ്പെടുന്നത് എങ്ങനെയാണ്, ഓർലോൺ അല്ലെങ്കിൽ അക്രിലാൻ എന്നറിയപ്പെടുന്ന സാധനം പോളി അക്രിലോ നൈട്രൈൽ ആണ്. അതിൽ അടങ്ങിയിട്ടുള്ള ഫങ്ഷണൽ ഗ്രൂപ്പ് ഏതാണ്, CN എന്ന് പറയുന്ന ഫങ്ഷണൽ ഗ്രൂപ്പാണ് അടങ്ങിയിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ ഞാൻ പറഞ്ഞത് കുറേ അധികം 5 പോളിമേഴ്സോളം പറഞ്ഞു. അതെല്ലാത്തിൻ്റെയും മോണോമർ യൂണിറ്റ് നിങ്ങൾ കൃത്യമായി അറിഞ്ഞിരിക്കണം, കാരണം പരീക്ഷയ്ക്ക് ചോദിക്കും. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻസ്. വാട്ട് ആർ പോളിമേഴ്സ്? ലോ മോളിക്യുലാർ മാസ് ഉള്ള സ്മോൾ മോളിക്യൂൾസ് ആണോ, ലാർജ് മോളിക്യൂൾ ഉള്ള ഹൈ മോളിക്യുലാർ മാസ് ആണോ? ഇതിലേതാണ് ഉത്തരം നിങ്ങൾക്കറിയാം. ഏതാണ്? പോളിമർ എന്ന് പറഞ്ഞാൽ ലാർജ് മോളിക്യൂൾസ് ആണ്, മോളിക്യുലാർ മാസ് ഹൈ ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, പോളിമർ എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റോ ഒരു പാർട്ടാണോ, മെനി യൂണിറ്റ്സ് ഓർ പാർട്ടാണോ, സ്മോൾ ഒരു കോംപ്ലക്സ് ഓർഗാനിക് കോമ്പൗണ്ട് ആണോ? നമുക്കറിയാം പോളിമർ മീൻസ് മെനി യൂണിറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, പോളിമേഴ്സ് ഉണ്ടാകുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരെന്ത്? മോണോമറൈസേഷൻ ആണോ, ഒളിഗോമറൈസേഷൻ ആണോ, ഡീപോളിമറൈസേഷൻ ആണോ, പോളിമറൈസേഷൻ ആണോ? ക്ലാസ് ശ്രദ്ധിച്ചിരുന്ന ആൾ ഉത്തരം പറഞ്ഞു കാണും. ഇപ്പോൾ പറയുന്നുണ്ടായിരിക്കും ഇത്ര സിമ്പിൾ ക്വസ്റ്റ്യൻ, എനിക്കിതൊക്കെ അറിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ് ശ്രദ്ധിച്ചിരുന്നു, മനസ്സിലായി. ഇനി സോഴ്സിന് അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്യേണ്ട 3 രീതി: നാച്ചുറൽ, സിന്തറ്റിക്, സെമി സിന്തറ്റിക്. കൃത്യമായി ഉത്തരം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. വിച്ച് ഓഫ് ദ ഫോൾ ഒരു നാച്ചുറൽ പോളിമറിന് എക്സാമ്പിൾ? PVC, പോളിവിനൈൽ ക്ലോറൈഡ്, പോളിസ്റ്റൈറീൻ, നൈലോണൊക്കെ അടുത്ത ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങളാ. അപ്പോൾ എന്താ? സെല്ലുലോസ്. ഉത്തരം ഏതാ? സെല്ലുലോസ്. സെമി സിന്തറ്റിക് പോളിമേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? സെല്ലുലോസിൽ നിന്ന് കിട്ടി വരുന്ന സെല്ലുലോസ് നൈട്രേറ്റ്സും സെല്ലുലോസ് അസറ്റേറ്റ്സും ഞാൻ പറഞ്ഞു. അതെന്തിന് എക്സാമ്പിൾ ആണ്? സെമി സിന്തറ്റിക് പോളിമേഴ്സിന് എക്സാമ്പിൾ ആണ്. ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ, എന്താണ് സിന്തറ്റിക് പോളിമേഴ്സ്? പോളിമേഴ്സ് ഡിറൈവ് ഫ്രം പ്ലാന്റ്സ് ആണോ? സെല്ലുലോസ് ഉണ്ടാക്കിയ സാധനമാണോ? മാൻ മെയ്ഡ് പോളിമേഴ്സ് ആണോ? ഡിറൈവ്ഡ് ഫ്രം അനിമൽസ് ആണോ? സിന്തറ്റിക് എന്ന വാക്ക് കേൾക്കുമ്പോൾ പറയാൻ സാധിക്കണം മാൻ മെയ്ഡ് പോളിമേഴ്സ്. അപ്പോൾ പോളിമറേഷൻ റിയാക്ഷൻസിൻ്റെ അടുത്ത് 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു. അഡിഷൻ റിഡക്ഷനും ആണോ, കണ്ടൻസേഷനും ഓക്സിഡേഷനും ആണോ, അതോ അഡിഷൻ കണ്ടൻസേഷൻ ആണോ, റിഡക്ഷൻ ഓക്സിഡേഷൻ ആണോ? അഡിഷൻ, ഒരൊറ്റ മുത്ത് അടുക്കി കെട്ടി വയ്ക്കുന്നു, ആഡ് ചെയ്ത് പോകുന്നു. ഒരു മുത്തുമാല, ഒരു വെള്ള മുത്തുമാല ഞാൻ ഉണ്ടാക്കിയെടുത്തു. അഡിഷൻ. ഒരു വെള്ള മുത്തുമാലയും ഒരു ചെറിയ കറുത്ത മാലയും ചേർന്നപ്പോൾ അവിടെ ഒരു ബൈ പ്രോഡക്റ്റും ഉണ്ടായി ആഡ് ചെയ്ത് പോയി. കണ്ടൻസേഷൻ പോളിമേഴ്സ്. അഡിഷൻ പോളിമേഴ്സിൽ ഒരൊറ്റ മോണോമറിനെ പറ്റി മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അതിനിപ്പോൾ ഹോമോ പോളിമർ എന്ന് പറയാം. കണ്ടൻസേഷനിൽ 2 മോണോമർ യൂണിറ്റ് എന്ന് പറഞ്ഞു, സോ അതിനെ കോ പോളിമർ എന്നും പറയാം. അഡീഷൻ നടക്കുന്നത് ഹോമോ പോളിമേഴ്സിനും കണ്ടൻസേഷൻ നടക്കുന്നത് കോ പോളിമേഴ്സിനുമാണ്. ഒരു അഡീഷണൽ നോളേജ് ആണ്, കേട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. വിച്ച് ടൈപ്പ് ഓഫ് പോളിമർ ചെയിൻ ലെങ്ത് കൂടുന്നത് എപ്പോഴാണ്? ഏത് ടൈപ്പ് ഓഫ് പോളിമറൈസേഷൻ ആണ്? ആ പേര് തന്നെ ഉണ്ട്, അഡിഷൻ ഓർ ചെയിൻ ഗ്രോത്ത് പോളിമറൈസേഷൻ. സ്റ്റെപ്പ് ഗ്രോത്ത് പോളിമറൈസേഷൻ അറിയപ്പെടുന്ന എന്ത്? കണ്ടൻസേഷൻ പോളിമറൈസേഷൻ ആണ്. ഏത് ടൈപ്പ് ഓഫ് പോളിമറൈസേഷൻ ആണ് ഏറ്റവും കോമൺ? അത് എല്ലായ്പ്പോഴും അഡിഷൻ അല്ലെങ്കിൽ ചെയിൻ ഗ്രോത്ത് പോളിമറൈസേഷൻ ആണ് ഏറ്റവും കോമൺ. ഇനി നമ്മൾ മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്ന ഫ്രീ റാഡിക്കൽ what is the common initiator used in free radical polymerization ചോദിച്ചു കഴിഞ്ഞാൽ ബെൻസോയിൽ പെറോക്സൈഡ് ആണ്. പെറോക്സൈഡിൽ നമ്മൾ ഉപയോഗിക്കുന്ന ബെൻസോയിൽ പെറോക്സൈഡ് ആണ്. ബൈ ഹാർട്ട് ചെയ്യുക, വെരി ഇമ്പോർട്ടൻറ്റ്. ബെൻസോയിൽ പെറോക്സൈഡ്സ് മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്ന സാധനം.
അപ്പോൾ ഇത് ഫ്രീ റാഡിക്കൽ പോളിമറൈസേഷൻ്റെ സ്റ്റെപ്പുകളാണ് പറയുന്നത്. ഇതിൽ ആദ്യം ഉണ്ടാകുന്ന സാധനം എന്ന് പറഞ്ഞാൽ ഇത് ഒരു ഫീനൈൽ റാഡിക്കൽ ഈഥെയിനിലേക്ക് ആഡ് ചെയ്യുന്ന സാഹചര്യമാണ്. ഇതൊന്നും അറിഞ്ഞിരുന്നാൽ മതി. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഫ്രീ റാഡിക്കൽ ഈഥെയിൻ. അപ്പോൾ ഫ്രീ റാഡിക്കൽ പോളിമറൈസേഷൻ ആണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? ഫ്രീ റാഡിക്കൽ ഉണ്ടാകുന്നതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇനി ഒരൊറ്റ പോളിമർ ഉണ്ട് എങ്കിൽ അതിനെ വിളിക്കുന്ന പേര് എന്താണെന്ന് ഞാൻ പറഞ്ഞു. ഹോമോ പോളിമർ ആണോ? വാട്ട് ഈസ് ദ നെയിം ഗീവൺ ടു അഡീഷൻ പോളിമേഴ്സ് ഫോംഡ് ബൈ ദ പോളിമറൈസേഷൻ ഓഫ് എ സിംഗിൾ മോണോമർ? ഒരു സിംഗിൾ മോണോമറിൽ നിന്നുണ്ടാകുന്ന സാധനം എന്താണ് എന്ന് ഞാൻ പറഞ്ഞു. എന്താണ്? ഹോമോ പോളിമേഴ്സ്. ഇനി രണ്ട് ഡിഫറെന്റ് മോണോമേഴ്സിൽ നിന്നുണ്ടാകുന്ന പോളിമർ എന്താണ് എന്ന് ഞാൻ പറഞ്ഞു. എന്താണത്? കോപോളിമേഴ്സ്. എന്താണ് പോളിത്തീൻ? തെർമോസെറ്റിക് ആണോ തെർമോപ്ലാസ്റ്റിക് ആണോ? അത് പറയണം. തെർമോപ്ലാസ്റ്റിക്. എങ്ങനെയാണ് പോളിത്തീൻ ഉണ്ടാക്കുന്നത്? കണ്ടീഷനൊക്കെ പറയുന്നുണ്ട്. ഈഥീന് ടെമ്പറേച്ചർ എത്രയാണ്, പ്രഷർ എത്രയാണ്, ഏത് കാറ്റലിസ്റ്റ് ആണ് മനസ്സിൽ വന്നിട്ടുണ്ടാവണം. 1000, 2000, 350, 570 കാറ്റലിസ്റ്റ് ഡയോക്സിൻ അല്ലെങ്കിൽ പെറോക്സൈഡ്. ലോ ഡെൻസിറ്റി പോളിത്തീൻ ക്രോസ് ലിങ്ക് ഉള്ളതാണോ, ലീനിയർ മോളിക്യൂൾ ആണോ, ബ്രാഞ്ച്ഡ് ഉള്ളതാണോ? ഞാൻ സ്ട്രക്ചർ പറഞ്ഞപ്പോൾ പറഞ്ഞു ഹൈലി ബ്രാഞ്ച്ഡ് സാധനമാണ്. ഹൈ ഡെൻസിറ്റി പോളിത്തീൻ ലീനിയർ ആണോ, ഹൈലി ബ്രാഞ്ച്ഡ് ആണോ, ക്രോസ് ലിങ്ക്ഡ് ആണോ, നെറ്റ്വർക്ക് ആണോ? ദേ ആർ ലീനിയർ മോളിക്യൂൾസ്. അപ്പോൾ കെമിക്കലി ഇനേർട്ട് ആയിട്ടുള്ള, ടഫ് ആയിട്ടുള്ള, ഫ്ലെക്സിബിൾ എന്ന് പറയുന്ന വാക്ക് കേട്ടാൽ അത് ഏത് ടൈപ്പ് ഓഫ് ആണ്? ലോ ഡെൻസിറ്റി പോളിത്തീൻ. എന്താണ് ടെഫ്ലോൺ? ടെഫ്ലോൺ തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് ആണോ തെർമോപ്ലാസ്റ്റിക് ആണോ എന്ന് വെച്ചാൽ ഫ്ലൂറോ പോളിമർ ആണെന്ന് ഓർത്തിരിക്കുക. എങ്ങനെയാണ് ടെഫ്ലോൺ മാനുഫാക്ചർ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ കാറ്റലിസ്റ്റ് ഏതാണ് എന്ന് കൃത്യമായി ഓർത്തിരിക്കുക. പെർ സൾഫേറ്റ് കാറ്റലിസ്റ്റുകൾ. ഫ്രീ റാഡിക്കൽ അല്ലെങ്കിൽ പെർ സൾഫേറ്റ് കാറ്റലിസ്റ്റുകൾ. സിംഗുലർ നാറ്റ കാറ്റലിസ്റ്റ് അല്ല. എപ്പോഴും ഓർത്തിരിക്കുക. ടെട്രോ ഫ്ലൂറോ ഈഥോനെ പെറോക്സൈഡ് കാറ്റലിസ്റ്റിന്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സാധനങ്ങളാണ് ടെഫ്ലോൺ. അപ്പോൾ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് പോളിമർ ഡിറൈവ്ഡ് ഫ്രം അക്രിലോനൈട്രൈൽ? അക്രിലോൺ എന്ന സാധനം എന്താ? പോളി അക്രിലോനൈട്രൈൽ. എന്തിനാ പോളി അക്രിലോനൈട്രൈൽ ഉപയോഗിക്കുന്നത്? സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ എന്തോന്ന്? വൂൾ. കൊമേഴ്ഷ്യൽ ഫൈബർ ആയിട്ട് ഉപയോഗിക്കുന്ന സാധനം എന്താണ്? ഇൻസുലേഷൻ ഓഫ് ഇലക്ട്രിസിറ്റി വേറെ ഏതാ? ആലോചിച്ചൊക്കെ പറഞ്ഞേ. ഇൻസുലേഷൻ ഓഫ് ലോ ഡെൻസിറ്റി പോളിത്തീൻ. ബക്കറ്റ്സിന്റെ മാനുഫാക്ചർ ഉപയോഗിക്കുന്ന സാധനം ഏതാ? ഹൈ ഡെൻസിറ്റി പോളിത്തീൻ. വൂളിന്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ആരാ? പോളി അക്രിലോനൈട്രൈൽ. നോൺ സ്റ്റിക്ക് ഉണ്ടാക്കുന്ന സാധനം ഏതാ? ടെഫ്ലോൺ. ഇത് പോളിമറൈസേഷൻ അല്ലാതെ വരുന്ന സാധനം ഏതാ? അഡീഷൻ ആണോ, കണ്ടൻസേഷൻ ആണോ, റിഡക്ഷൻ പോളിമറൈസേഷൻ ആണ്? ഇതിൽ എന്താണ് മാക്രോ മോളിക്യൂൾ? ലാർജ് മോളിക്യൂൾ ആണോ, സ്മോൾ മോളിക്യൂൾ ആണോ? ലാർജ് മോളിക്യൂൾ വിത്ത് എന്ത് ഹൈ മോളിക്യുലാർ മാസിനെ വിളിക്കുന്ന പേരാണ് മാക്രോ മോളിക്യൂൾ. ഇനി മോണോമർ എന്ന് പറഞ്ഞാൽ എന്താണ്? മോണോമർ എന്ന് പറഞ്ഞാൽ എ സ്മോൾ മോളിക്യൂൾ മറ്റുള്ളവരുമായി കമ്പൈൻ ചെയ്യാൻ പറ്റുന്ന, റിപ്പീറ്റ് ചെയ്യുന്ന, റിയാക്റ്റീവ് ആയിട്ടുള്ള സ്മോൾ മോളിക്യൂളിനെ വിളിക്കുന്ന പേരാണ് എന്തോന്ന്? മോണോമേഴ്സ്. ക്വസ്റ്റ്യൻസ് എല്ലാം ഞാൻ വീണ്ടും പറഞ്ഞു, ഡെപ്തിൽ പറഞ്ഞിട്ടുണ്ട്. ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ആണ്, സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. പോളിമേഴ്സിൻ്റെ കണ്ടിന്യൂഷനാണ്. ഇതിൽ പറയുന്ന കാര്യം കൃത്യമായിട്ട് കേൾക്കുക, കൃത്യമായിട്ട് മനസ്സിലാക്കുക, കൃത്യമായിട്ട് പഠിക്കുക. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കിട്ടും. അപ്പോൾ ഇതിൽ എക്സാമ്പിൾ തന്നിട്ട് അത് ഏതാണ് എന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ അറിഞ്ഞിരിക്കണം. പോളിമേഴ്സ് എന്ന് പറയുന്ന ഫസ്റ്റ് വീഡിയോ അവസാനിക്കുകയാണ്. ബാക്കിയുള്ള കാര്യങ്ങളുമായി ബാക്കി വീഡിയോസ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ എടുക്കുന്നതാണ്. താങ്ക് യു.